ശ്രീ ഇർഷാദ് കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അദ്ദേഹം സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ കൂടിയാണ്. ശ്രീ ഇർഷാദ്, ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്ന ഈ വിഷയത്തിൽ എങ്ങനെ കാണുന്നു ഇതിനെ? സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്പാർക്കിൽ കൊടുത്തിരുന്ന ഡേറ്റ അതിൽ ചോർത്തിയെടുത്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സർക്കാരിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗിച്ച്, ഒരു സർക്കാർ ഏജൻസിയെ ഉപയോഗിച്ച് എല്ലാവർക്കും സന്ദേശങ്ങൾ അയക്കുന്ന രീതി അല്ലെങ്കിൽ പ്രവൃത്തി ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് അഭയം തേടി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ജീവനക്കാരന്റെ മാത്രമല്ല എല്ലാവരുടെയും സ്വകാര്യതയുടെ അവകാശം എന്ന് പറയുന്നത് മൗലികമായിട്ടുള്ള അവകാശമാണ്. ആ മൗലികമായിട്ടുള്ള അവകാശത്തെ സംരക്ഷിക്കുവാൻ കോടതി നിലപാടെടുത്തു, അത് ഉയർത്തിപ്പിടിച്ചു. അതിന് തയ്യാറാകാതിരുന്ന കേരള സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരന് കോടതിയിൽ വിശ്വാസമുണ്ട്, ഇവിടുത്തെ നിയമവ്യവസ്ഥയിലും നീതിന്യായ വ്യവസ്ഥയിലും വിശ്വാസമുണ്ട്, അത് വിജയിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സർക്കാർ ജീവനക്കാരന്, നൂറുകണക്കിന് സർക്കാർ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നതിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത പോലും കണക്കാക്കാതെ ചെറിയ രീതിയിലെങ്കിലും ആ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. നിയമപരമായിട്ടുള്ള ഒരു അവകാശവുമില്ല ഒരു ഓഫീസിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത്തരത്തിൽ അറിയിപ്പുകൾ നൽകാൻ ഒരു നിയമപരമായ അധികാരവുമില്ല. എക്സിക്യൂട്ടീവിന്റെ അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്, അതേസമയം എക്സിക്യൂട്ടീവ് അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ല. അപ്പൊ ആ ഒരു രീതി എന്ന് പറയുന്നത് കേരളത്തിൽ നിലനിന്നു വന്ന എല്ലാ ഭരണരീതിയെയും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തുന്ന പരിപാടിയാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടഞ്ഞു എന്നുള്ളത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ശരി, നന്ദി ശ്രീ ഇർഷാദ് പ്രതികരണം അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.